സഹൃദയരെ, യുക്തിയുക്തമുപാധേയം വചനം ബാലകാദവി അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മനം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും യുക്തിയുക്തമായി ചിന്തിച്ച് തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കി അത് അവനവൻ്റെ ബുദ്ധിക്ക് കൂടി വിധേയമാക്കി ശരി എന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുകയും ശരിയല്ലാത്തത് എത്ര വലിയ ആളുകൾ പറഞ്ഞാലും അതിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാരതീയ പാരമ്പര്യം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ എന്താ ഞാൻ ഈ ശ്ലോകം ഇങ്ങനെ ഉദ്ധരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വല്ലാത്ത കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്കറിയാം, പഹൽഗാം കൂട്ടക്കൊല, 26 പേരെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നു. ഈ തീവ്രവാദ ആക്രമണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പല സാഹചര്യങ്ങളിലും പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിവിടെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതി ഉണ്ടായി. എന്താ വെച്ചാൽ, ആളുകളെ കലിമ ചൊല്ലിയ ഒരാളെ വിട്ടയക്കുക, മറ്റുള്ളവരുടെയൊക്കെ ഉടുതുണി ഉയർത്തി നോക്കി മതം ബോധ്യപ്പെട്ട് വെടിവെച്ച് കൊല്ലുക. നിരപരാധികളായിട്ടുള്ള 26 പേരാണ് അങ്ങനെ കൊല്ലപ്പെട്ടത്. അതിൽ നമ്മളെയൊക്കെ അന്ന് വളരെ നമ്മളെല്ലാം ഈ വാർത്തകൾ കാണുകയും മാധ്യമങ്ങളിലൂടെയൊക്കെ ബോധ്യപ്പെടുമ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുന്നത്. ലോകത്തെ നടുക്കിയ ഒരു ചിത്രമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം ആയിട്ടുള്ള ഒരു യുവതിയും യുവാവും ഹണിമൂൺ ആഘോഷിക്കാൻ അവിടെ വരിക. അതിൽ ഭർത്താവിനെ ആ ഭാര്യയുടെ യുവതിയുടെ മുൻപിൽ വെച്ച് നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുക, കരയാൻ പോലും കഴിയാതെ, സംസാരിക്കാൻ വാക്കുകളില്ലാതെ നിർനിമേഷയായി ആ ഭർത്താവിൻ്റെ ജഡത്തിനരികിൽ മുട്ടുകുത്തിയിരിക്കുന്ന ആ യുവതിയെ നമ്മൾ കണ്ടു. രാജ്യത്തെ ആ വാർത്ത വായിക്കുകയും കാണുകയും ബോധ്യപ്പെടുകയും ചെയ്ത ഓരോ വ്യക്തികളുടെയും രക്തം തിളച്ചു. നമ്മുടെ രാഷ്ട്രം ഇതിന് പ്രതികാരം ചെയ്യണം എന്ന് രാജ്യബോധങ്ങളും രാഷ്ട്രീയ ബോധങ്ങളൊന്നും ഇല്ലാത്ത സാധാരണക്കാർക്ക് പോലും തോന്നുകയുണ്ടായി. ഏതായാലും ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, സൈന്യം, അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ, പ്രധാനമന്ത്രിയൊക്കെ കൂടി, രാജ്യരക്ഷാമന്ത്രി എല്ലാം കൂടി ആലോചിച്ച് അതിന് വേണ്ടുന്ന രൂപത്തിൽ പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന മഹത്തരമായ പേര്, ആ പേര് തന്നെ ഒരു മഹത്തരമാണ്. കാരണം നമ്മുടെ ആ യുവതിയുടെ സിന്ദൂരം ഭർത്താവിൻ്റെ മരണത്തോടെ മാഞ്ഞുപോയെങ്കിൽ അതിനെ പകരം ചോദിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തന്നെ നമ്മൾ ടെററിസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു പാകിസ്ഥാനിലുള്ള. അത് വളരെ വിജയകരമായി പൂർത്തിയാക്കി ഭാരതീയർ മനസ്സിലാക്കിയപ്പോൾ ഭാരതാംബ തന്നെ പുളകിതയായി. കാരണം നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർ, പ്രത്യേകിച്ച് ജീവിതം തുടങ്ങാൻ വന്നിട്ടുള്ള ആ യുവതിയുടെയൊക്കെ ആ ചിത്രം നമ്മുടെ മനസ്സിലങ്ങനെ തിളങ്ങി നിൽക്കുകയായി. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിന് പിന്തുണ കൊടുത്തു. ഭരണാധികാരികൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകി. പക്ഷേ വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യ രാജ്യം ഭരണം കൈയാളിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ മാത്രം ചില അസ്വാരസ്യങ്ങളുണ്ടായി. അവർക്ക് പല സംശയങ്ങളുണ്ടായി. സംശയങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കണം, ചോദിക്കേണ്ട സന്ദർഭത്തിലും സാഹചര്യത്തിലും ചോദിക്കാം. പക്ഷേ ആ സന്ദർഭം അനുസരിച്ചല്ല പലതും അവർ ചോദ്യം ചെയ്തത്. ചില വർഷകാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കൂടി മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചു പോകും. അപ്പോൾ കൊച്ചുകുട്ടികൾ കടലാസ് കപ്പലുണ്ടാക്കി ആ വെള്ളത്തിൽ വെച്ച് കളിക്കുന്ന ബാലിഷ്യമായ രീതിയിലുള്ള കുട്ടിത്തം നിറഞ്ഞ ചില സംശയങ്ങളൊക്കെയാണ് അവർ ചോദിച്ചത്. ഏതായാലും ചോദ്യങ്ങളെല്ലാം ന്യായമാണ്, അത് അംഗീകരിക്കാം. ചോദ്യത്തിന് സമാധാനം പറയണം. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ച പറ്റിയിട്ടുണ്ടോ? തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയപ്പോൾ നമ്മൾ എത്ര വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചു, എത്ര പേർക്ക് പരിക്ക് പറ്റി,
അവരുടെ ആരെങ്കിലും നമ്മൾ പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ വിമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യങ്ങളാണ്, നല്ല ചോദ്യങ്ങളാണ്, ഇതൊക്കെ ചോദിക്കേണ്ടതുമാണ്. പക്ഷേ അതിനും ചില സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ട്. പെറ്റ മാതാവിന് മാനഹാനി സംഭവിക്കുമ്പോൾ മക്കൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ. എങ്കിലും ആ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടുന്ന മക്കളെ പോലെ ഭാരതാംബയുടെ മാനം കാക്കാൻ എല്ലാ മതജാത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും നമ്മുടെ സൈന്യത്തിനും പിൻബലം കൊടുക്കേണ്ടുന്ന സന്ദർഭത്തിൽ ഇതുപോലുള്ള ഈ ദുശാഠ്യങ്ങൾ നിറഞ്ഞ ചില ചോദ്യങ്ങളും ഇതൊക്കെ ആവശ്യമാണോ എന്ന ഒരു സന്ദേഹം എനിക്ക് തോന്നി. പെരുമ്പത്തൂരിലെ ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി മരണപ്പെടുമ്പോഴും ഈ രാജ്യത്ത് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവായ ഇന്ത്യയിലെ നമ്മുടെ ഉരുക്കുവനിതയായിരുന്ന അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വെടിയേറ്റ് വീഴുമ്പോഴും ഇവിടെ ഇൻ്റലിജൻസ് പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാ കാലത്തും ഇതുപോലുള്ള ചില വീഴ്ചകളൊക്കെ വരാം. പക്ഷേ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കിട്ടും. മാത്രമല്ല, ഇതുമായി ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയും ഈ ഇവരുടെ ഈ അക്രമവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമാണോ ഇത്? അഥവാ ഇത് അത്തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നു? അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. അതിന് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ വിഷയം ശശി തരൂരിൽ എത്തി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആക്രമിക്കുന്നത് അഥവാ തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാവിധ ഓപ്പറേഷൻസും നടത്തുന്നത്. നമുക്ക് രാഷ്ട്രങ്ങളോട് വൈരാഗ്യമില്ല, സിവിലിയൻസിനോട് വൈരാഗ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? അക്രമം നടത്തിയ തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ച് അവരെ മാത്രം ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ നശിപ്പിക്കുക. ഇത് നമ്മുടെ മാത്രം ആവശ്യമല്ല, ഇത് ലോകത്തിൻ്റെ ആവശ്യമാണ്. സമാധാനപരമായി ജീവിക്കേണ്ടുന്ന ഒരു നമ്മുടെ ലക്ഷ്യം തന്നെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണത്. പക്ഷേ ഇത് ലോകരാഷ്ട്രങ്ങൾ കൂടി ബോധ്യപ്പെടണം. കാരണം നമ്മളുടെ രീതി ഇല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളിൽ മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മളുടെ നയം വ്യക്തമാക്കാനും ബോധ്യപ്പെടുത്താനും വസ്തുതകളെ അവരെ, കാരണം എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങളും പ്രത്യേക പക്ഷപാതങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ദുർവിനിയോഗം ചെയ്യാതിരിക്കാനും ദുർവ്യാഖ്യാനങ്ങൾ വരാതിരിക്കാനും വേണ്ടി അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഓരോ സംഘത്തെ നിയോഗിച്ചു. അതൊക്കെ നമ്മുടെ പത്രങ്ങളിലൂടെ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. അക്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവായ ശശി തരൂരിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യയിൽ ഉള്ള ഒട്ടനവധി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വ നിലയിലുള്ള നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ലോക രാജ്യങ്ങളും അറിയുന്ന ഒരു വിശ്വപൗരൻ, രാജ്യങ്ങളെ അറിയുന്ന, രാജ്യങ്ങൾക്കും അറിയാവുന്ന ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രസിദ്ധനാണ്. അതേത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും കോൺഗ്രസ്സുകാർ ആണെന്നുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർക്ക് അതിൽ അഭിമാനിക്കാം. പക്ഷേ അദ്ദേഹത്തെ ഈ ദൗത്യസംഘത്തിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് ചുമതലപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയപ്പോൾ അതിലാണ് തർക്കം. ആ തർക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂരില്ല. അപ്പോൾ യോഗ്യനായ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ യോഗ്യനെ അംഗീകരിക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആ ഒരു പിടിവാശി. അപ്പോൾ നമ്മൾക്ക് ഈ പൗരാവലികൾ വിവിധ രീതിയിൽ ചിന്തിക്കുമല്ലോ. ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാലോ, ചോറ് ഇങ്ങും കൂറ് അങ്ങും എന്നൊരു തോന്നൽ ഉണ്ടായാൽ അവിടെ തെറ്റു പറയാൻ പറ്റില്ല. എനിക്കും അങ്ങനെ ഒരു സംശയം വാസ്തവത്തിൽ തോന്നുന്നുണ്ടായി. ഏതായാലും ആ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ശരിയല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ടുന്ന സമയത്തിനും സന്ദർഭത്തിനും ചോദിക്കുകയും അസ്ഥാനത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കുകയും, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാഷ്ട്രത്തിനെതിരെ, രാഷ്ട്രത്തിൽ അനധികൃതമായി കടന്നു വന്ന് നടത്തിയ വിധ്വംസക പ്രവർത്തനത്തെ എതിർക്കുന്ന കാര്യത്തിൽ സർക്കാരിനെ, കേന്ദ്ര ഗവൺമെൻറ്, നമ്മുടെ സൈന്യത്തിനൊക്കെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാനും ഒരു രാജ്യസ്നേഹിയാണ് എന്ന് പറയാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഉയർന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതിലെ ദുഃഖം രേഖപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. അതിൽ തോന്നിയ വേദന, കാരണം ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു.
ആ കോൺഗ്രസ്സിൽ ആണ് ഈ ഇത്തരം കൊച്ചു ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായത്. അതിൻ്റെ പേരിൽ ആ രൂപത്തിലേക്ക് ചിന്തിക്കാനും, അതല്ലാതെ ഒരിക്കൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല, ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കാര്യം ചെയ്തു, ചാണകപ്പായസം വെച്ച് വിതരണം ചെയ്തു. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അത് ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് ചെയ്താൽ അത് സമൂഹം അറിയണമല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ അത് പക്ഷേ അതൊക്കെ അവർക്കാവാം, കാരണം അവരത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ്സിനോട് അത്ര വലിയ പക്വതയൊന്നും വന്നിട്ടില്ലാത്ത പിള്ളേരാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെക്കാൾ മോശമായി മൂത്ത കോൺഗ്രസ്സും ഒക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഇടവരുമ്പോൾ നമ്മൾക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ദയവായി കോൺഗ്രസ് നേതൃത്വവും ഈ രാജ്യത്തെ എല്ലാ പൗരാവലിയും പ്രതിസന്ധികളിൽ നമ്മൾ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുക. ഈ രാജ്യത്തെ പൗരനാണ് ഞാൻ, അതിൽ ജാതിയും മതവും നോക്കണ്ട. ഇവിടെ എല്ലാ ജാതിയും എല്ലാ മതത്തിൽപ്പെട്ടവരൊക്കെ നമ്മൾ ഒരുമിച്ച് സൗഹൃദമായിട്ട് ജീവിക്കല്ലേ. പല മരങ്ങൾ പൂത്ത പോതും നന്ദ വനം ഒൻറുതാൻ എന്ന് തമിഴ്നാട്ടുകാരൻ പാടും. വളരെ ശരിയല്ലേ? ഇത് വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, വിവിധ രീതി വസ്ത്രധാരണം ചെയ്യുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ രാഷ്ട്രം ആണ് വലുത്, രാഷ്ട്ര ഉന്നതിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറയുവാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. നന്ദി, നമസ്കാരം.